നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. വളരെ ഈസി ആയിട്ട് കുട്ടികൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. ഇപ്പോൾ ഇവിടെ മിഡിൽ ഈസ്റ്റിലെ സമ്മർ വെക്കേഷനാണ്. ജൂലൈ ഓഗസ്റ്റ് മാസം മിഡിൽ ഈസ്റ്റിലെ കുട്ടികളെ സംബന്ധിച്ച് വളരെ ഇഷ്ടപ്പെട്ട മാസമാണ്. കാരണം എല്ലാവർക്കും നാട്ടിൽ പോകാനും നാട്ടിൽ പോയിട്ട് മുത്തശ്ശിയുടെയും കസിൻസിൻ്റെയും ഒക്കെ കൂടെ കളിക്കാനും ഓരോ സ്ഥലങ്ങളിൽ പോകാനും പിന്നെ നല്ല മഴയത്ത് കളിക്കാം, കുട ചൂടി നടക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. നമുക്കും ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇപ്രാവശ്യം ആർക്കും പോകാൻ പറ്റിയിട്ടില്ല. എമർജൻസി ആയിട്ടുള്ള പലരും പോയിട്ടുണ്ട് എന്നല്ലാതെ അല്ലാത്തവരൊക്കെ ഇവിടെ തന്നെയാണ്. എല്ലാവരും ഓരോരോ വീടുകളിൽ സേഫായിട്ടിരിക്കും. പുറത്തേക്കൊന്നും അധികം ഇറങ്ങാൻ പറ്റില്ല. ഒന്നാമത് നല്ല ചൂടുമാണ്. പിന്നെ കൊറോണ കാരണം ആരും പുറത്തിറങ്ങാറില്ല, കളിക്കാനൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ അവരെല്ലാവരും വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. പക്ഷേ വീട്ടിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നതെങ്കിലും അവർ എൻഗേജ്ഡ് ആണ്. അവർ പല കാര്യങ്ങളും പഠിക്കുന്നുണ്ട്. ഇപ്പോഴും വെക്കേഷൻ ആണെങ്കിലും അവർ സമയമൊന്നും വെറുതെ കളയുന്നില്ല. പാട്ട് പഠിക്കുന്നുണ്ട്, ഡാൻസ് പഠിക്കുന്നവരുണ്ട്, ഡ്രോയിങ്, പെയിൻറ്റിങ്, ക്രാഫ്റ്റ്, പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും അവർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഭാഷ പഠിക്കുന്നുണ്ട്. ഓൺലൈനായിട്ട് ഇതൊക്കെ അവർ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓൺലൈനിൽ സമ്മർ ക്ലാസ്സുകൾ ഒരുപാട് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുവിധം കുട്ടികളൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ സമ്മർ വെക്കേഷനിൽ നിന്ന് പഠിക്കുന്നുണ്ട്. ഈ ഓൺലൈൻ ക്ലാസ്സിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്കും പറ്റി. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പം എനിക്ക് കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളെ, അതായത് KG ലെവൽ തൊട്ട് 4th സ്റ്റാൻഡേർഡ് വരെയുള്ള കുട്ടികളെ, അവർക്ക് ഒരു സമ്മർ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് ക്രാഫ്റ്റ് പഠിപ്പിക്കാൻ വേണ്ടി ഓൺലൈനായിട്ട് പഠിപ്പിക്കാനുള്ള ഒരു അവസരം എനിക്കും കിട്ടി. നല്ല മിടുക്കന്മാരായിട്ടുള്ള കുട്ടികളാണ്. എല്ലാവരും പറഞ്ഞു കൊടുത്തതും നമ്മൾ കാണിച്ചു കൊടുക്കുന്നതും അത് അതേപോലെ പെട്ടെന്ന് തന്നെ ചെയ്ത് എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റോട് ചെയ്യാൻ, അവർ നല്ല ഇൻട്രസ്റ്റോട് കൂടെ അവർ പഠിച്ചു. അപ്പം എനിക്കത് വളരെ സന്തോഷമായി. കാരണം ഒരു 10-35ഓളം കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാവരെയും നമ്മളൊരു സ്ക്രീനിൽ കണ്ട് അങ്ങനെ പറഞ്ഞ് ക്രാഫ്റ്റൊക്കെ പഠിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. എന്നാലും അവരത് നന്നായിട്ട് അവർ പഠിച്ചു, അവർ നന്നായിട്ട് ചെയ്തു. അപ്പോൾ അവരെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആ ഒരു ഈസി ക്രാഫ്റ്റ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഇതാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. ഇങ്ങനെ പേപ്പർ ഫിഷിനെ ഉണ്ടാക്കാനാണ് ഞാൻ അവരെ പഠിപ്പിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് എങ്ങനെ പേപ്പർ ഫിഷ് ഉണ്ടാക്കാന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ശരിച്ചിട്ട് കട്ട് ചെയ്യാം. മനസ്സിലായോ എല്ലാവർക്കും? ഇവിടുന്ന് കുറച്ച് ദൂരം വിട്ടിട്ട് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വേണം കട്ട് ചെയ്യാൻ. ഓക്കെ, നമ്മുടെ ഈ ഇങ്ങനെ മടക്കിയത് ഈ ഓപ്പൺ ആയിട്ടുള്ള ഭാഗമല്ലേ, ആ ഭാഗം വേണം നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യാൻ. ചെയ്തോ? നേത്ര ചെയ്തു. നമ്മുടെ കയ്യിലുള്ള കളർ പേപ്പർ നമുക്ക് സ്ക്വയർ ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മളത് ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കുക. ശരിക്കും കറക്റ്റാക്കി വെച്ചിട്ട് വേണം നമ്മളത് മടക്കിയെടുക്കാൻ. അല്ലെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഷേപ്പ് കിട്ടില്ല. അപ്പോൾ കറക്റ്റ് ആ അറ്റമൊക്കെ കറക്റ്റാക്കി വെച്ച് സൈഡുമൊക്കെ കറക്റ്റാക്കി വെച്ച് ഇങ്ങനെ ആക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുക. അവിടെ കട്ട് ചെയ്യാൻ ഇങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പം. ചിലർക്ക് എളുപ്പമായിരിക്കും, ചിലർക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് കട്ട് ചെയ്യുകയാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ആ മടക്കിയ ഭാഗത്ത് കൂടെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ മടക്കി കട്ട് ചെയ്യാൻ പറ്റാത്തവർക്കും അല്ലാത്ത പോലെ മടക്കാതെ തന്നെ കട്ട് ചെയ്യാം. അതെങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിൽ നമ്മളിങ്ങനെ ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് അത് മുകളിൽ നിന്ന് കുറച്ച് താഴേക്കായിട്ട്, ആ അറ്റം തൊട്ട് കട്ട് ചെയ്യാൻ പാടില്ല. കുറച്ച് താഴേക്കാക്കിയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഒന്ന് ചരിച്ചിട്ട് കുറച്ച് സ്പേസ് വിട്ടിട്ട്, അതായത് ഇതിൻ്റെ ഓപ്പൺ ആയിട്ടുള്ള ഭാഗം വേണം നമ്മൾ കട്ട് ചെയ്യാൻ. ക്ലോസ് ആയിട്ടുള്ള ഭാഗം നമ്മൾ ഒരിക്കലും കട്ട് ചെയ്ത് പോകരുത്. അപ്പോൾ അതിൻ്റെ അടുത്ത് വരെ കുറച്ച് ഒരു ഇതിൽ വരെ നമ്മൾ കട്ട് ചെയ്തെടുക്കാം. കുറച്ചൊരു വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ എല്ലാം ഒരേ വീതിയിലാണെങ്കിൽ കുറച്ച് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ആദ്യമൊക്കെ കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ എല്ലാം ഒരേപോലെ ഒന്നും ആയിന്ന് വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് 2-3 പ്രാവശ്യമൊക്കെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കറക്റ്റ് വീതിയിലൊക്കെ ആയിട്ട് കിട്ടും.
അപ്പോൾ ആദ്യം ചെയ്യുമ്പം ശരിക്കും കിട്ടിയില്ല വിചാരിച്ചിട്ട് ആരും വിഷമിക്കൊന്നും ചെയ്യരുത് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് അവസാനം കുറച്ച് ഭാഗം വയ്ക്കണം, ഫുൾ കട്ട് ചെയ്യരുത്. അപ്പം നമുക്ക് ഫിഷിന് വാല് വേണ്ടേ, ആ വാലിൻ്റെ ഭാഗം നമുക്ക് കട്ട് ചെയ്യാതെ വെക്കണം. മുകളിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ഫിഷിൻ്റെ തലഭാഗവും താഴെ വാലിൻ്റെ ഭാഗവും വേണം. അപ്പോൾ കുറച്ച് ഭാഗം മതി, കുറേ ഭാഗമായിട്ടുണ്ടെങ്കിൽ വലിയ വാലായി പോകും. അപ്പോൾ കുറച്ച് ഭാഗം നമ്മൾ കട്ട് ചെയ്യാതെ വെക്കാം. കണ്ടോ, ഇതേപോലെ കട്ട് ചെയ്യാം. എന്നിട്ട് നമ്മളത് നിവർത്തി കൊടുക്കുക. അങ്ങനെ നിവർത്തിയതിന് ശേഷം നമ്മൾ ഗ്ലൂ ഇടുക. ആ നടുക്കുള്ള ലൈനില്ലേ, നമ്മൾ ആ പേപ്പർ മടക്കിയ ലൈൻ, ആ ലൈനിൽ കൂടെ ഗ്ലൂ ഇടുക. ചിലപ്പോൾ നമ്മളിത് ഒട്ടിക്കുമ്പോൾ ചിലപ്പോൾ ഇതിങ്ങനെ ഒട്ടി നിൽക്കില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഗ്ലൂ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസും, അത് ഫസ്റ്റ് തൊട്ടുള്ള പീസ് തൊട്ട് തന്നെ വേണം. ചിലപ്പം ചില ആൾക്കാരത് മറന്നു പോകും. ഫസ്റ്റത്തെ പീസല്ലാതെ സെക്കൻഡ് പീസ് തൊട്ട് തുടങ്ങിപ്പോൾ ഫസ്റ്റ് പീസ് തൊട്ട് ഇതേപോലെ കുറച്ചൊന്ന് ചെരിച്ചിട്ട് ഒന്ന് മുകളിലേക്കാക്കിയിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുക. കറക്റ്റ് നേരെ ഒട്ടിക്കരുത്, ഒന്നിങ്ങനെ മുകളിലേക്കാക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കണം. കണ്ടോ, ഇതേപോലെ എല്ലാം ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒന്നിൻ്റെ മുകളിലൊന്നായിട്ട് പോകരുത്. അതായത് മുകളിലുള്ളതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കിട്ടുന്ന രീതിയിൽ വേണം നമ്മളത് ഒട്ടിച്ചു കൊടുക്കുക. അതിങ്ങനെ നമുക്ക് അത് ഒട്ടിക്കുമ്പോൾ നമുക്ക് ആദ്യം ശരിയായിന്ന് വരില്ല, പിന്നെ നമുക്ക് ശരിയാവും കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇതിൻ്റെ ആ മടക്കിയിട്ടുള്ള ഭാഗമല്ലേ, അവിടെ നമ്മളൊരു കാരണവശാലും നമ്മളെ കൈ വെച്ച് അമർത്തി പോകാൻ പാടില്ല. അപ്പം നമ്മുടെ ഫിഷിൻ്റെ ഷേപ്പൊക്കെ പോകും. നമുക്ക് നല്ല ഭംഗിയുള്ള ഫിഷല്ലേ വേണ്ടത്. അപ്പോൾ അവിടെ മടങ്ങിപ്പോവാതെ നമ്മളത് ഒട്ടിച്ചെടുക്കണം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള എല്ലാ പീസും ഇതേപോലെ ഒട്ടിച്ച് എടുക്കുക. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഫുൾ പീസും നമ്മൾ ഒട്ടിച്ചു. കണ്ടോ, നല്ല ഷേപ്പുള്ള ഫിഷായിട്ട് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഫിഷിൻ്റെ വാലിൻ്റെ അറ്റത്ത് ചെറുതായിട്ടൊന്ന് കുറച്ച് ഒന്ന് ചെരിച്ചിട്ട് കട്ട് ചെയ്ത് കൊടുക്കണം. കണ്ടോ, ഫിഷിൻ്റെ വാലും ശരിയായില്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഫിഷിന് കണ്ണ് വേണ്ടേ. അപ്പോൾ നമുക്ക് കണ്ണും വെച്ച് കൊടുക്കണം, ഫിഷിനൊരു വായയും വേണം. അപ്പോൾ നമ്മൾ ആ മടക്കിയ ഭാഗമില്ലേ, കറക്റ്റ് ലൈൻ ഉണ്ടായിരുന്നില്ലേ അത് മടക്കിയത്, ആ ലൈൻ നമ്മൾ കത്രിക വെച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്തിട്ട് ആ കട്ട് ചെയ്ത പീസ് ഒന്ന് കുറച്ച് ചെരിച്ചിട്ട് മടക്കി കൊടുക്കുക. ആ ഭാഗം മടക്കുമ്പോൾ എപ്പോഴും അങ്ങനെ ചെരിച്ചിട്ടേ മടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളത് ശരിക്കും ശ്രദ്ധിച്ച് ചെരിച്ചിട്ടൊന്ന് മടക്കി കൊടുക്കുക. ഇപ്പോൾ ഫിഷിന് വായയായി. ഇനി നമുക്ക് ഫിഷിനൊരു കണ്ണുകൂടെ വെച്ച് കൊടുക്കണം. അതിനൊരു കഷ്ണം വൈറ്റ് പേപ്പർ എടുത്തിട്ട് അതിൽ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ വരച്ചിട്ട് കാണിക്കുന്നത്. ഇങ്ങനെ വരച്ചിട്ട് നമുക്കതങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി കൊടുത്താൽ മതി, റൗണ്ട് ഷേപ്പാക്കിയിട്ട് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അമ്മമാരുടെ പൊട്ടുണ്ടാവും, നമ്മുടെ വീട്ടിലെല്ലാ അമ്മമാരുടെയും കയ്യിൽ റൗണ്ട് പൊട്ടുണ്ടെങ്കിൽ ആ പൊട്ടെടുത്തിട്ട് പൊട്ടിച്ചു കൊടുത്താലും മതി. അല്ലെങ്കിൽ കടയിൽ നമുക്ക് ടെഡി ബിയറിനൊക്കെ വെക്കുന്ന പോലത്തെ കണ്ണ് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഈ വൈറ്റ് പേപ്പറാണ് ചെയ്യുന്നതെങ്കിൽ വൈറ്റ് പേപ്പറിൽ ഇതേപോലെ കറുപ്പ് കളർ സ്കെച്ച് കൊണ്ട് കണ്ണിൻ്റെ നടുക്ക് ഒരു റൗണ്ടും കൂടെ വരച്ചു കൊടുക്കുക. നമ്മുടെ കണ്ണിനൊക്കെ ഉള്ളിൽ കൃഷ്ണമണിയില്ലേ, അതേപോലെ മീനിനും വരച്ചു കൊടുക്കുക. എന്നിട്ട് ഈ കുറച്ച് മുകളിലായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കുക.